ബുക്കിംഗ് തുടങ്ങി. ബുക്ക് ചെയ്തു ഓൾറെഡി. എവിടെയാണെന്ന് പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പടം ഇൻട്രസ്റ്റ് ഹിറ്റാണ്, സംശയമില്ല. ലാലേട്ടനും ഉണ്ട്, പടം ഭയങ്കര ഹിറ്റായി. വൺ ഹിറ്റാണ്. അവരാദ്യമേ പറയുന്നുണ്ട്, ലോജിക്കില്ല, ആദ്യമേ പറയുന്നുണ്ട്. ആ രീതിയിൽ ആൾക്കാർ എടുത്തോളും. അതായത് ക്രിസ്മസ് ദിലീപിൻ്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും. ക്രിസ്മസിന് ഫാമിലീസ് തൂക്കാൻ പറ്റിയ ഒരു സാധനമായിരിക്കും. ആയിരിക്കും. ആക്ഷൻ, കോമഡി, ത്രില്ലർ എല്ലാ എലമെൻസും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ വർഷം മോഹൻലാലിൻ്റെ ഗോൾഡൻ ഇയർ ആയിരുന്നു. ഇനിയിപ്പോൾ മലയാളം സിനിമ ഇരിക്കാൻ പോകുന്ന മോഹൻലാലും ദിലീപായി. ഇന്നത്തെ ബുക്കിംഗ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടായിരുന്നോ? ഭയങ്കര ബുക്കിംഗ് അല്ല, പടം നല്ലതായിരിക്കും. ട്രെയിലർ കണ്ടാൽ അറിയാം. ഇങ്ങേത് ജയിലിൽ കാണുന്ന സമയത്താണ് രാമലീല ഓടിയത്. പിന്നെയാണ് ഇപ്പോൾ ഒരിക്കലും വരുന്നത്. രാമലീല ഇങ്ങനെ ജയിലിൽ കാണുന്ന സമയത്താണ് ഏറ്റവും ഹിറ്റായിട്ട് ഓടിയത്. ഇതെല്ലാം ഇവരുടെ എതിർ പാർട്ടിസ്റ്റ് കളിയാണ്. അവർക്ക് മറ്റേക്കാണ്. എന്തായാലും ദിലീപിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. അതായത് സിനിമ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും സിനിമ ആണല്ലേ? അല്ല, ഇതൊരു എൻ്റർടൈനറാണ്. അവർക്ക് മാസ് മസാല എൻ്റർടൈനർ. ആദ്യയിലെടുത്താൽ നല്ലൊരു എൻ്റർടൈനർ മൂവിയാണ്. ആക്ഷൻ, കോമഡി എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് കുറച്ചുകൂടെ കോമഡി ശ്രദ്ധിക്കുന്നുണ്ട്. ലാലേട്ടനുണ്ട് 20 മിനിറ്റ്. പിന്നെ വേറെ ആരും വരുന്നു പറയുന്നുണ്ട്. പിന്നെ ആരും ഇല്ലാത്തൊരു ക്യാമിയോ വരുന്നു പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ദിലീപ് ഉപയോഗിച്ചത് ശരിക്കും പടം ഹിറ്റാകാൻ വേണ്ടിയാണ്. ഈ വർഷം മോഹൻലാലിൻ്റെ എല്ലാം ഹിറ്റാണല്ലോ. ഹൃദയപൂർവ്വം, തുടരും, എമ്പുരാൻ എല്ലാ പടവും ഹിറ്റാണല്ലോ. ആകെ കണ്ണപ്പ മാത്രമേ ഓടുകയുള്ളൂ. ബാക്കി എല്ലാം ഹിറ്റാണ്. റിലീസ് എല്ലാം ഹിറ്റാണ്. ഇവർ രണ്ടുപേരും ഈ സിനിമയിലൊന്നും പോലെ ഇവർ രണ്ടുപേരായിരിക്കും ഇനി ബോക്സ് ഓഫീസ് പഠിക്കാൻ പോകും. അതെ. ആദ്യ ഷോയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ 2-3 ദിവസം വെയിറ്റ് ചെയ്യാം. രാവിലെ 10 മണിക്ക് ആദ്യം ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായി പോയി. 3/4 ഭാഗം ഫുള്ളായി. കിട്ടിയായിട്ടുള്ള ഇത് എങ്ങനെയോ കിട്ടിയതാണ്. പടം ഭയങ്കര ഇൻട്രസ്റ്റ് ഹിറ്റാണ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഹിറ്റ് ഉണ്ടാക്കിയാണ് മോഹൻലാലാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ഹിറ്റായി. ശക്തമായി തിരിച്ചു വരും. സിനിമ കഴിയുമ്പോൾ അണ്ണൻ്റെ ഒരു കിടിലൻ റിവ്യൂ പ്രതീക്ഷിക്കാവോ? റിവ്യൂ ഉണ്ട്. അത് ഏത് തിയേറ്ററിൽ തീരുമാനിച്ചിട്ടില്ല. റിവ്യൂ ഉണ്ടാവാൻ അടിയിട്ടോ കൊള്ളുമെന്ന് അറിയില്ല. ഓക്കെ.